വെൽക്കം ടു കില. പതിവിലും വിപരീതമായിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് ഡിഫറെൻറ്റ് സ്റ്റൈലിങ്ങിലാട്ടോ. നമ്മുടെ ഷോപ്പ് ടൂറ്, എങ്ങനെയാണ് ഷോപ്പിൽ വരേണ്ടത്, നമ്മുടെ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസ്, എന്തൊക്കെ ഐറ്റംസാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. നമ്മുടെ ഷോപ്പ് ലൊക്കേഷൻ മൂവാറ്റുപുഴയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മൂവാറ്റുപുഴ പാലത്തിൽ കൂടെയാണ്. ഈ മൂവാറ്റുപുഴ പാലം കയറി കഴിഞ്ഞിട്ട് നമ്മളൊരു റൗണ്ട് അബൌട്ടിൽ വരും. ഈ റൗണ്ട് അബൌട്ടിൻ്റെ BOC എന്ന് പറയും. ആ റൗണ്ട് അബൌട്ടിൻ്റെ അവിടെ നിന്ന് നമുക്ക് റൈറ്റിലേക്കാണ് തിരിയേണ്ടത്. ഇപ്പോൾ നിങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം അല്ലെങ്കിൽ കോട്ടയം സൈഡിൽ നിന്നൊക്കെ വരുമ്പം ടൗണിൽ കയറുന്ന റോഡാണിത്. അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ നമുക്ക് ബോർഡ് നോക്കിയാൽ കാണാൻ പറ്റും, മൂന്നാറിലേക്ക് അല്ലെങ്കിൽ ഇടുക്കിയിലേക്ക് തിരിയേണ്ട ഒരു ഇതാണ്. ഇപ്പോൾ ഈ റൗണ്ട് അബൌട്ടിൻ്റെ അവിടെ നിന്ന് റൈറ്റ് എടുക്കണം നമ്മൾ. കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോതമംഗലത്തിന് പോകേണ്ട റൂട്ട് കേട്ടോ. അതായത് നമ്മുടെ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ ഇവിടെ നിന്ന് തിരിഞ്ഞ് കയറാൻ പോകുന്നത്. അപ്പോൾ ആ റൂട്ടിലേക്ക് തിരിഞ്ഞ് കയറുക. അപ്പോൾ ഇനി നമ്മുടെ വടക്ക് സൈഡിൽ നിന്ന് വരുന്നവർക്കുള്ള, അതായത് ഇപ്പോൾ തൃശ്ശൂർ അങ്ങനെ ഭാഗത്തു നിന്ന് വരുന്നവർക്ക് വരുമ്പോൾ ഈ വഴിക്കാണ് എല്ലാവരും വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നേരെ നമ്മൾ കയറാൻ പോകുന്ന മാർക്കറ്റിലേക്കാണ്. അപ്പോൾ മൂവാറ്റുപുഴ മാർക്കറ്റിലേക്കാണ്. ഇപ്പോൾ നമ്മളിന്ന് വീഡിയോ എടുത്തേക്കുന്ന ഒരു സൺഡേ ആണ്, അതുകൊണ്ടാണ് ഇത്ര തിരക്ക് കുറവ് കേട്ടോ. അല്ലെങ്കിൽ നല്ല രീതിക്ക് റഷ് പ്രതീക്ഷിച്ച് വന്നാൽ മതി, നല്ല റഷ് ആയിരിക്കും ഉണ്ടാവുന്നത്. പ്രത്യേക ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ട്. അതായത് ഇന്നത്തെ വീഡിയോ നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യരുത്. സ്കിപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ പറയണത് മനസ്സിലാവാതെ പോകും. അതുകൊണ്ടാണ് ആർക്കടുത്ത് സ്കിപ്പ് ചെയ്യാതെ കാണണം, മൊത്തമായിട്ട് കാണണം എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല ലോങ് വീഡിയോ തന്നെയാണ് കേട്ടോ. നല്ല ലോങ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ലോങ് തന്നെയാണ്. അപ്പം വീഡിയോ മൊത്തത്തിൽ എല്ലാവരും കാണാൻ ട്രൈ ചെയ്യുക. അത്യാവശ്യം നമ്മൾ ലെങ്ത്ത് കുറയ്ക്കാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ടൗൺ മാർക്കറ്റിൻ്റെ സെൻട്രലിൽ കൂടെയുണ്ട്. ഇതാണ് നമ്മുടെ മാർക്കറ്റ് റോഡ്. ഈ വഴിക്കാണ് നമ്മൾ നേരെ വരുന്നത്. ഈ ജംഗ്ഷൻ വന്ന് കയറുന്ന കീച്ചേരിപ്പടി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അവിടെ നിന്ന് നമുക്ക് ടേൺ എടുക്കാം. അപ്പോൾ ആ ടേണിംഗ് എല്ലാം നമ്മൾ വിശദമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക. പിന്നെ ഇതിലും ഈസി ആയിട്ടുള്ളൊരു വഴിയുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഗൂഗിൾ മാപ്പാണ്. ഗൂഗിൾ മാപ്പിൽ നമ്മുടെ ലൊക്കേഷൻ അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ കറക്റ്റ് നമ്മുടെ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തും. പക്ഷേ ചില സമയത്ത് ആളുകളെ ഗൂഗിൾ മാപ്പ് വട്ടം കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിടുന്നത്. അതിപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ജംഗ്ഷനിൽ നിന്ന് എക്സാക്റ്റ് പറയുകയാണെങ്കിൽ 1/2 കിലോമീറ്ററാണ് നമ്മുടെ ഷോപ്പിലേക്കുള്ള ദൂരം. അപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ ഒരു ഓൺലൈൻ ഷോപ്പാണ്. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ എന്നാ പറയണത്, ടൗണിൽ തന്നെ സ്റ്റോർ വേണം എന്ന് നിർബന്ധമില്ല. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് അകത്തേക്കായിട്ട് ഷോപ്പ് എടുത്തിട്ടുള്ളത്. അകത്തേക്കൊന്നും പറയാൻ പറ്റുമെന്നില്ല. അതായത് NH ആണ്, ഇതൊരു NH ആണ്. NH നിന്ന് കറക്റ്റ് 1/2 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ വന്നേക്കുന്ന ഈ ജംഗ്ഷൻ്റെ പേരാണ് കീച്ചേരിപ്പടി. അപ്പോൾ ഈ കീച്ചേരിപ്പടി ജംഗ്ഷനിൽ നിന്ന് ഫസ്റ്റ് ലെഫ്റ്റാണ് നമുക്ക് എടുക്കേണ്ടത്. അത് നമ്മൾ കുറച്ചുകൂടെ കോതമംഗലം റൂട്ടിൽ പോവുക. ഫസ്റ്റ് ലെഫ്റ്റായിട്ട് നമുക്ക് ഇവിടെ ഒരു ഹൈമാസ് ലൈറ്റ് കാണാൻ പറ്റും. അവിടെ നിന്ന് ലെഫ്റ്റ് എടുക്കാം. ഈ വഴിക്ക് നമുക്ക് കയറി വരാം. ഈ വഴിക്ക് ഇങ്ങനെ കയറി ഒരു 1/2 കിലോമീറ്റർ വന്നാലും നമ്മുടെ ഷോപ്പിലേക്ക് വരാം. അഥവാ നിങ്ങൾ ഈ ലെഫ്റ്റ് മിസ് ചെയ്തെങ്കിൽ നമുക്ക് അടുത്ത ലെഫ്റ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ അടുത്ത ലെഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ മുമ്പോട്ട് പോയത്, ഇത് NH 85 ആണ്. NH 85 കുറച്ചുകൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ടാറ്റയുടെ ഷോറൂം കാണാൻ പറ്റും. ഒരു ബിസ്മി ഹൈപ്പർ മാർക്കറ്റ് കാണാൻ പറ്റും. അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് നമുക്ക് കയറാൻ പറ്റും. അപ്പോൾ ഈ വഴിക്ക് ഇപ്പോൾ നമ്മുടെ ഇടുക്കി സൈഡ്, അത് കോതമംഗലത്തു നിന്നൊക്കെ വരുന്നവർ ഇവിടെയാണ് ബസ്സിൽ അല്ലെങ്കിൽ ഇവിടെ നിന്നാണ് ടേൺ ചെയ്യാൻ എളുപ്പം. അപ്പോൾ ഈ വഴിക്ക് കയറുക. അപ്പോൾ ഈ വഴിക്ക് കയറുമ്പോൾ തന്നെ നമുക്കൊരു സ്കൂളിൻ്റെ ആർച്ചൊക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് തർബീയത്ത് എന്ന് പറഞ്ഞ സ്കൂളാണ്. ആ സ്കൂൾ നമ്മൾ കാണിക്കുന്നുണ്ട്. ഏത് വഴിക്ക് വന്നാലും നമ്മൾ ഒരു റോട്ടിലേക്ക് തന്നെയാണ് വന്ന് കയറുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ആ സ്കൂള്. ഞാനൊക്കെ പഠിച്ച സ്കൂൾ തന്നെയാട്ടോ ഇത്. മൂവാറ്റുപുഴയിലുള്ള മിക്കവരും, അതായത് ഈ മൂവാറ്റുപുഴ ഈ പരിസര പ്രദേശങ്ങളിലുള്ള മിക്കവരും ഈ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാകും. ഇപ്പോൾ സ്കൂളിൽ പഠിക്കാത്തവരായിട്ട് വളരെ റയറായിരിക്കും. അപ്പോൾ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ കൂടെയുള്ള റോട്ടിൽ കൂടെ തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. ഇവിടെ നിന്ന് നമുക്ക് ഏകദേശം 200 മീറ്റർ ദൂരത്തേക്ക് മാത്രം ദൂരമുള്ളൂ. അപ്പോൾ ഈ റോഡ് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ റോഡിൽ നിന്ന് ഫസ്റ്റ് ലെഫ്റ്റ് എടുക്കുക. ഈ റോഡിൻ്റെ ലെഫ്റ്റിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ഈ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 50 മീറ്റർ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം കാണിച്ച റോഡിലേക്കാണ് ഇത് ജോയിൻ്റ് ആവുന്നത്. അത് നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ ഏത് വഴിക്ക് വന്നാലും നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ വന്ന് ചാടും. അപ്പോൾ വലിയ ദൂരമൊന്നുമില്ല കേട്ടോ. ഇത് ഏകദേശം നമുക്കിപ്പോൾ പറയുകയാണെങ്കിൽ ഒരു 100-200 മീറ്ററിൻ്റെയൊക്കെ ഒരു ഇതുള്ളൂ, വ്യത്യാസങ്ങളേ ഉള്ളൂ ഇതിനകത്ത്. അപ്പോൾ നമ്മളിപ്പോൾ അത് ഈ ഫ്രണ്ടിൽ കാണുന്ന വഴിയിലേക്കാണ് നമ്മൾ ആദ്യത്തെ ഇതിനകത്ത് വന്ന് ചാടുന്നത്. ആ വഴി കുറച്ച് കട്ടറാണ്. ഇവിടുന്ന് റൈറ്റ് എടുത്ത് നമ്മളൊരു 100 മീറ്റർ ഫ്രണ്ടിലേക്ക് വന്ന് കഴിയുമ്പോൾ തന്നെ നമ്മളൊരു ജംഗ്ഷനിൽ വരും. ആ ജംഗ്ഷനിലായിട്ട് തന്നെയാണ് നമ്മുടെ ഷോപ്പ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വരുമ്പോൾ തന്നെ കാണാൻ പറ്റും, അവിടെ ഒരു രണ്ടാമത്തെ ബിൽഡിങ്ങിൽ ഫസ്റ്റ് ഫ്ലോറിലായിട്ട് നമ്മുടെ ഷോപ്പ് കാണാൻ പറ്റും. ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഇത് ഇറങ്ങി ചെല്ലുന്ന നമ്മുടെ ഒരു ജംഗ്ഷനിലേക്കാണ്. ഈ റൂട്ടിൽ ഒരുപാട് ഇതുപോലത്തെ ഹോൾസെയിൽ പരമായിട്ടുള്ള ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളുണ്ട്. ഇപ്പം ടെക്സ്റ്റൈലുമായിട്ട് റിലേറ്റഡ് അല്ലാതെയുള്ള ഒരുപാട് ഹോൾസെയിൽ റിലേറ്റഡ് ഷോപ്പുകളുണ്ട് കേട്ടോ ഈ വഴിക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ ഷോപ്പ്. ഫസ്റ്റ് ഫ്ലോറിലാണ്, എടശ്ശേരി ബിൽഡിംഗ് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. 2019 നമ്മൾ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2019 മെയ് മാസം 13 തീയതിയാണ്. അപ്പം ഓൾമോസ്റ്റ് ഒരു 5 കൊല്ലം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് വലിയ ഷോപ്പൊന്നുമല്ല, എന്നാലും നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റോക്ക് കാണാം. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടല്ലോ നമ്മൾ സ്റ്റോക്ക് മൊത്തത്തിൽ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ എത്ര ലൈവിൽ ഡിസൈൻ ഉണ്ടോ അതെല്ലാം നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഫോട്ടോസ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും ഇപ്പം നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ. നമ്മളിവിടെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നൈറ്റി മെറ്റീരിയൽസാണ്.
പിന്നെ നമ്മൾ കോട്ടൺ ഷോൾ ചെയ്യുന്നുണ്ട്, പിന്നെ അണ്ടർ സ്കേർട്ട് ചെയ്യുന്നുണ്ട്. രാവിലെ 9:30 മുതൽ വൈകുന്നേരം 5:30 വരെയാണ് നമ്മുടെ വർക്കിംഗ് ടൈം വരുന്നത്. അതിനുശേഷം എന്തുകൊണ്ടാണ് ഓപ്പൺ അല്ലാത്തതെന്ന് വെച്ചാൽ നമുക്ക് കൊറിയറും പാഴ്സലൊക്കെ അയക്കാനുണ്ട്. അപ്പോൾ അതിനൊന്നും സമയം തികയില്ല. അതിനുശേഷം വർക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ മെയിൻലി നമ്മളൊരു ഓൺലൈൻ സ്റ്റോർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളങ്ങനെ ഒരുപാട് ഓഫ്ലൈനിന് ഫോക്കസ് ചെയ്യാത്തത്. വർദ്ധമാൻ, രാഹുൽ, ലാൽജിവാല ഇങ്ങനെ തുടങ്ങിയ എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും മെറ്റീരിയൽസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. 1-2 ബ്രാൻഡുകൾ മാത്രമാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ അല്ലാത്തതുള്ളൂ. കഴിഞ്ഞ ദിവസം നമ്മളൊരു സ്റ്റാറ്റസ് ഇട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ അതിനകത്ത് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് പോകുന്നതോടുകൂടി തന്നെ നമ്മൾ ഡിസൈൻസും കൂടെ കാണിച്ച് പോകുന്നുണ്ട്. അപ്പം എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മൾ എന്തൊക്കെയാണ് ആളുകൾ ചോദിച്ചിട്ടുള്ളത്, അതിനുള്ള ഉത്തരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ശ്രദ്ധിച്ച് കേൾക്കുക, ഡിസൈൻസ് കാണുക. അപ്പോൾ ഡിസൈൻസൊക്കെ വേണമെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി, നമ്മളത് അയച്ചു തരാം. പിന്നെ ഫുള്ളായിട്ട് സ്റ്റോക്ക് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യണമെന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവരും പറയുവാണെങ്കിൽ നമ്മളത് ചെയ്യാം കേട്ടോ. ആദ്യം തന്നെ പറയാം, നമ്മൾ മെയിൻലി ഹോൾസെയിൽ ബിസിനസ്സാണ്. അപ്പോൾ നമ്മുടെ മിനിമം ഓർഡർ ക്വാണ്ടിറ്റി ഉണ്ട്, അത് 10 പീസസാണ്. അതിൽ താഴെയുള്ള ക്വാണ്ടിറ്റി ഒന്നും ഹോൾസെയിലിൽ കിട്ടില്ല, റീറ്റെയിലിൽ മാത്രമായിട്ടാണ് കിട്ടുള്ളൂ. നമുക്ക് 2 നമ്പേഴ്സാണ് നിലവിലുള്ളത്. അതിനകത്ത് വാട്സാപ്പിൽ നിൽക്കുന്ന നമ്പറിലാണ് ഹോൾസെയിലായിട്ട് വേണ്ടവർ മെസ്സേജ് അയക്കേണ്ടതും ഡീലിങ്സ് നടത്തേണ്ടതും. പിന്നെ നമ്മുടെ റീറ്റെയിലിൻ്റെ നമ്പർ നമ്മൾ റീറ്റെയിൽ എന്ന് പറഞ്ഞ് എഴുതി കാണിച്ചിട്ടുണ്ട്. റീറ്റെയിലായിട്ട് വേണ്ടവർ ആ നമ്പറിലും മെസ്സേജ് ചെയ്യാം. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്ത് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. നമ്മുടെ അടുത്ത് ഏറ്റവും കൂടുതൽ ചോദിച്ചത് ഒരു കാര്യമാണ്, 143 പ്ലസ് GST. ഇത് പ്ലസ് GST ചേർത്ത് എന്തിനാണ് റേറ്റ് പറയുന്നതെന്ന്. നമുക്ക് GST രജിസ്ട്രേഷൻ ഉള്ളതാണ്, പിന്നെ നമ്മളത് അങ്ങനെ പറഞ്ഞ് പഠിച്ചു പോയി. അതുകൊണ്ട് അത് മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഇത്ര ഇത് പറയുമ്പോൾ കുറച്ച് റൗണ്ട് ഓഫ് എമൗണ്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് കറക്റ്റ് എക്സാക്റ്റ് പറയാൻ പറ്റാത്തത്. അപ്പം നമ്മുടെ റേറ്റ് സെറ്റ് ചെയ്തേക്കണ ഒരു ഇതിനകത്താണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ റേറ്റ് പറഞ്ഞു പോകുന്നത് കേട്ടോ. പിന്നെ ഇതിനൊക്കെ 5% GST ഉള്ളൂ. അപ്പോൾ ഈ GST കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. നമ്മുടെ കാൽക്കുലേറ്ററിൽ തന്നെ ആ പെർസെൻറ്റേജ് സൈൻ വെച്ചിട്ട് നോക്കിയാൽ GST ഒക്കെ പറഞ്ഞ സമയത്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. പിന്നെ ഇതിൽ വേറെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എടുക്കുന്ന ഒരു സിംഗിൾ പ്രോഡക്റ്റ് 1000 രൂപയുടെ മുകളിൽ വിലയുണ്ടെന്നുണ്ടെങ്കിൽ അതിന് 12% GST. പക്ഷേ ഇത് നമ്മൾ എത്ര പീസ് വെച്ചാലും 1000 രൂപ അങ്ങനെയല്ല പറയുന്നത്. ഒരു സിംഗിൾ പീസ് പ്രോഡക്റ്റിന്, അതായത് ഇപ്പോൾ ഒരു കുർത്ത മേടിക്കുകയാണെങ്കിൽ 1500 രൂപയുടെ വിലയെങ്കിൽ അതിന് 12% GST ചാർജ് ചെയ്യുന്നത്. അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. പിന്നെ എല്ലാവരും ചോദിച്ചൊരു ചോദ്യമാണ്, ഏത് ബ്രാൻഡാണ് നല്ലത്. എല്ലാ ബ്രാൻഡും നല്ല ബ്രാൻഡാട്ടോ. കംപ്ലീറ്റ് പെർഫെക്റ്റ് ആയിട്ട് ഒന്നും ഉണ്ടാവില്ല. അപ്പം ഒന്നിന് ഒരു അത്യാവശ്യം നല്ലൊരു ഇത് കൂടുതലുണ്ടെങ്കിൽ അടുത്തതിന് എന്തെങ്കിലും കുറവുണ്ടാകും. അതുകൊണ്ട് എല്ലാ ബ്രാൻഡും നല്ല ബ്രാൻഡാണ്. ഡ്യൂപ്ലിക്കേറ്റ് മെറ്റീരിയൽ എങ്ങനെ തിരിച്ചറിയാമെന്ന്, ഒന്ന് നമ്മുടെ ബ്രാൻഡിൻ്റെ പേര് എഴുതിയേക്കണത്തിൽ എന്തെങ്കിലുമൊക്കെ ആസിഡ് ഉപയോഗിച്ച് അത് മാച്ച് കളയാൻ നോക്കിയിട്ടുണ്ടാവും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. പിന്നെ മെഷർമെൻറ്റ് ഒക്കാതെ വരും. ഇപ്പോൾ ഈ 290 എന്നുള്ളതിന് മെഷർമെൻറ്റ് ഒക്കാണ്ട് വരും. പ്രിൻറ്റിങ്ങിൽ എന്തെങ്കിലുമൊക്കെ ഡാമേജ് ഒക്കെ ഉണ്ടാവും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഡാമേജ് മെറ്റീരിയൽ അല്ല ഡ്യൂപ്ലിക്കേറ്റ് മെറ്റീരിയൽ തിരിച്ചറിയാൻ വേണ്ടി. ഇന്നത്തെ കാലത്ത് ഫ്രോഡ് പരിപാടി കൂടി വരുവാണല്ലോ. അപ്പോൾ പറ്റിക്കപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യണം? പറ്റിക്കപ്പെടാതിരിക്കാൻ കമ്പനിയുടെ ഡയറക്റ്റ് അക്കൗണ്ടിലേക്ക് പേയ്മെൻറ്റ് ചെയ്യുക. അത് കറണ്ട് അക്കൗണ്ടിലേക്ക് പേയ്മെൻറ്റ് നോക്കുക. ആരുടെയും പേഴ്സണൽ അക്കൗണ്ടിലേക്ക് പേയ്മെൻറ്റ് കൊടുക്കാതിരിക്കുക. പിന്നെ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ന്യൂസൊക്കെ അനുസരിച്ച് എല്ലാവരും കേൾക്കണമല്ലോ. അപ്പോൾ അതനുസരിച്ചൊക്കെ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഇതൊക്കെ വെച്ചൊരു പർച്ചേസ് ചെയ്യുക. 1-2 പേര് ചോദിച്ചൊരു കാര്യമാണ്, എൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണ്. അത് ഞാൻ മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞുതരാം എൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണ്. എന്തായാലും ഒരു മാസ്റ്റർ ഡിഗ്രി കയ്യിലുണ്ട്, അത് മാത്രം ഞാൻ പറയാം. കോമ്പറ്റീഷൻ എങ്ങനെയുണ്ട്? കട്ട കോമ്പറ്റീഷനാണ്. കട്ട കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് റെസ്റ്റ് എടുക്കാൻ, ലൈക്ക് നമ്മൾ ചുമ്മാ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് നടക്കില്ല. നമ്മളെപ്പോഴും വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ബിസിനസ് നടക്കും. നല്ല കോമ്പറ്റീഷൻ ഉണ്ട്. കേരളത്തിൻ്റെ അവസ്ഥയിൽ പ്രത്യേകിച്ച് നല്ല ഹെവി കോമ്പറ്റീഷൻ തന്നെയാണ്. എന്തുകൊണ്ടാണ് റീറ്റെയിലിന് ഇത്ര കൂടുതൽ പൈസ വാങ്ങിക്കുന്നതെന്ന് അത് നമ്മൾ 1-2 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കസ്റ്റമറിനെ ഹെൽപ്പ് ചെയ്യാന്നുള്ളൊരു മെൻറ്റാലിറ്റിയോട് തന്നെയാണ് ആ റേറ്റ് ഇട്ടേക്കണത്. പിന്നെ അത് മാർക്കറ്റ് റേറ്റ് തന്നെയാണ് കേട്ടോ. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നുണ്ട്. ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ്? ഫ്യൂച്ചർ പ്ലാൻസ് നമുക്ക് വഴിയേ കാണാം. ഇപ്പോൾ നിലവിലത് റിവീൽ ചെയ്യാറായിട്ടില്ല, അത് സർപ്രൈസ്. അതങ്ങനെ ഇരിക്കും. സെറ്റ് വൈസ് ബണ്ടിൽ ബെയിൽ എന്താണ് വ്യത്യാസം? സെറ്റ് വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഡിസൈനിൽ 5 കളർ ഉണ്ടെങ്കിൽ 5 കളറിൽ നിന്ന് ഓരോ പീസ് എടുക്കണം. ബണ്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസൈനിൻ്റെ 30 പീസ് നമ്മൾ കഴിഞ്ഞ വർഷം ഷോർട്ട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബെയിൽ എന്താണെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ, അടുത്തൊരു വീഡിയോയിൽ കാണിച്ചു തരാം. ഇത് പിന്നെ നമുക്ക് ഈ നൈറ്റി എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും? 280-300 രൂപ. നിങ്ങൾ തയ്ച്ച് കഴിഞ്ഞാൽ അതിൽ കുറച്ച് കൊടുക്കരുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള തുണിയാണ്, അതുകൊണ്ട് ആ റേറ്റ് കുറച്ച് ആരും കൊടുക്കരുത് കേട്ടോ. വേറൊരു ഡൗട്ടാണ്, രാജവാടിയും പ്രൊഫഷനും തമ്മിൽ വ്യത്യാസം എന്താണ്? സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ രാജവാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതാണ് സ്ക്രീൻ പ്രിൻറ്റിംഗ് ആണ്. പ്രൊഫഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഷിയാണ്. അതൊരാണ് സിമ്പിളായിട്ട് പറയാനുള്ള ഉത്തരം. മറ്റുള്ള ഐറ്റംസൊക്കെ ചെയ്യാത്തത് എന്താണ്? വരും. മറ്റുള്ള ഐറ്റംസ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഐറ്റംസ് എല്ലാം വഴിയേ വരും. ഏറ്റവും കോസ്റ്റ് കുറവായി ഷിപ്പിംഗ് ഏതാണ് നല്ലത്? പാഴ്സൽ സർവീസ് തന്നെയാണ് നല്ലത്. എപ്പോഴും പാഴ്സലിൽ എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ.
അപ്പോൾ ഈ വീഡിയോയും എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ 5 കൊല്ലങ്ങളായിട്ട് നമുക്ക് കിട്ടിയേക്കുന്നതൊക്കെ ഐറ്റംസാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ. നമുക്കിപ്പോൾ എന്താ പറയുക, ലോകത്ത് എവിടെ വേണമെങ്കിലും ഷിപ്പിങ് കാര്യങ്ങളെല്ലാം പോസിബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, നിങ്ങൾ ഇത്ര നാൾ നൽകിയെന്ന എല്ലാ സപ്പോർട്ടും വീണ്ടും തുടർന്നും വേണം. നമുക്ക് അതിലും നല്ല കട്ട സപ്പോർട്ടായിട്ട് എല്ലാവരും നമ്മുടെ കൂടെ തന്നെ വേണമെന്ന് ഒരിക്കൽ കൂടി പറയുകയാണ്. നമ്മുടെ മറ്റുള്ള വീഡിയോ പോലെ ഈ വീഡിയോയും എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോയൊക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും നമ്മുടെ വീഡിയോയൊക്കെ ലൈക്ക് ചെയ്യുക, ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത പുതിയ വെറൈറ്റി വീഡിയോയും കുറേ ഡിസൈൻസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.